ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു. ഇനി അങ്ങോട്ട് വീണ്ടും പോകുന്നു. നല്ലൊരു സ്പോട്ട് കാണണമെങ്കിൽ വീണ്ടും വണ്ടി നിർത്തി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഭാഗ്യമൊന്നും വരാതിരിക്കട്ടെ. മീൻസ് പനിയോ ജലദോഷം ഇപ്പം കഴിഞ്ഞേയുള്ളൂ. എനിക്ക് പനിയായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞേയുള്ളൂ. ഇപ്പം ഇനി അത് വരാതിരിക്കട്ടെ. പനി ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടുപോകും. ഫോട്ടോ എടുക്കാൻ പോയതാണ്, ഊക്കി വിട്ട്. വീക്കെൻഡ്സിലൊക്കെ ഇങ്ങനെ കറങ്ങണം. മഴ കാരണം ഇത് കാരണം നമ്മൾ ഇറങ്ങാതിരിക്കല്ലേ. വയ്യതാണെങ്കിൽ ഇറങ്ങണ്ട. എനിക്കും എൻ്റെ കാര്യം നോക്കണം. ബിക്കോസ് എനിക്ക് വയ്യതാണെങ്കിലും ഒന്നും ഞാൻ നോക്കില്ല. ഞാൻ ആരെങ്കിലും കറങ്ങാൻ പോകണം, നേരെ കയറി പിടിക്കും. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. സോ അത് നിങ്ങൾക്ക് വയ്യ മൂഡിൽ ശരിയല്ലെങ്കിൽ പിന്നെ പോകാതിരിക്കണ്ട. ബട്ട് മാക്സിമം കറങ്ങണമായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ട് മഴയിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്തു ഇവരെ കൂടെ. ഇനി വരുമ്പോഴത്തേക്ക് ഇവർ കൂടെ കാണോ ഇല്ലെന്ന് അതും അറിയത്തില്ല. എല്ലാവരും ഒരേ ടൈമിൽ കാണൂലല്ലോ. അപ്പോൾ ഇനി വരുമ്പോഴത്തേക്ക് വേറെ ആൾക്കാരായിരിക്കും, അവരെ കൂടെ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുക. ഇവരെ കൂടെ വേറെയാണ്. ബിക്കോസ് എല്ലാവരും ഇങ്ങനെ ഫോട്ടോസ് വീഡിയോസ് നിർത്തി ഇങ്ങനെ എടുക്കില്ല. ചില പേരുണ്ട് നേരെ പോകുന്നു, നേരെ സ്പോട്ടിൽ പോകുന്നു, കാണുന്നു, അവിടെ നിന്ന് 2-3 ഫോട്ടോ എടുക്കുന്നു, വരുന്നു. എല്ലാവരും വേറെ വേറെ വൈബാണ്. അതുകൊണ്ട് ഒരേ സ്ഥലം 2-3 ഡിഫറെൻ്റ് ആയ ആൾക്കാരെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആൾക്കാർ എങ്ങനെയാണ്, അവരെ കൂടെ പോയപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു, ഇവരെ കൂടെ പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ മലക്കപ്പാറ എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. ഇവിടെ നല്ല കോട മഞ്ഞാണ്. ഫുള്ള് മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുക. കട ഒന്നും തുറന്നില്ല. കട 1-2 കട തുറന്നിട്ടുണ്ട്. ഈ മലേൻ്റെ മണ്ടയിലൊക്കെ വീട്, കടയും തേയിലത്തോട്ടം എത്തിയിരിക്കുന്നു ഗൈസ്. കാരണം അതിൻ്റെ ബാക്ക് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഫുള്ള് മഞ്ഞാണ്. ഫുൾ ഫ്രണ്ടിലൊക്കെ ഒന്നും കാണുന്നില്ലല്ലേ, ഒന്നും കാണുന്നില്ല, ഫുൾ മഞ്ഞ്. ഇവിടെ പാസ് ഉണ്ട്, നൈറ്റ് പാസ്. പുള്ളി പാസ്. ഫുൾ മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇവിടെ പാസ് കൊടുത്തു. ഇനി അടുത്ത പാസ് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് തരുമെന്ന് പറഞ്ഞിട്ട് കണ്ട ഫുള്ള് മഞ്ഞ്. ഇതെങ്ങനെ ശരിയാക്കാം? നൈസ് കൊണ്ടുപോകാം. കണ്ട ഒന്നും കാണാൻ മേല. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മഴയും. ഗ്ലാസ് തുറക്കാനും പറ്റില്ല. ഗ്ലാസ്സിലാണെങ്കിൽ വെള്ളം കെട്ടി ഇങ്ങനെ നിൽക്കുക. നേരെ വെച്ച് കഴിഞ്ഞ് ക്ലാരിറ്റിയുടെ കാണാമെന്ന് വിചാരിച്ചാൽ അതുമില്ല. സീൻ കേട്ടോ മഞ്ഞ്. ഇവർ മറ്റേ തേയിലേൻ്റെ ഇല ഇങ്ങനെ വെട്ടി കൊണ്ടുവന്ന് ഇവിടെ ഫാക്ടറി ഉണ്ട്. ഇവിടെ തേയില ഫാക്ടറി, ടീ ഫാക്ടറി. ഇതിൽ 2 പഴംപൊരി, 1 ഗ്ലാസ് ചായയിലാണ് തമിഴ്നാട് നിൽക്കുന്നത്. വിശക്കുന്നത്. തമിഴ്നാട് എത്തി ഗായ്സ്. തമിഴ്നാട് പോലീസ്. വെൽക്കം ടു തമിഴ്നാട്. വാവ്. സോ അങ്ങനെ നമ്മൾ കയറിയിരിക്കുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ ഒരു ഡാമിലെത്തിയിരിക്കുകയാണ്. ഏത് ഡാമാണെന്നൊന്നും അറിയത്തില്ല. കാണിച്ചര തമിഴിലാണ് എഴുതുക. ഇത് കണ്ടോ, ഇതാണ് ഡാം. വാൽപ്പാറ 23. എത്ര? 23 കിലോമീറ്റർ. ഇനി 23 കിലോമീറ്ററാ? സോ ഗൈസ്, ഇത് സോലയാർ ഡാമാണല്ലേ. ഡാമിൽ പോകണമെങ്കിൽ ഇവിടെ നിന്നും പോകണം. ബട്ട് ഇതിപ്പോൾ ക്ലോസ്. വന്നേല്ലേ, എന്നാൽ പിന്നെ ഡാമിൽ കൂടെ കയറിയിട്ട് പോവാം അല്ലേ? അതായിരിക്കും നല്ലത്. നോ പാർക്ക്.
വണ്ടി 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 പാർക്ക് ചെയ്യാം. ഗൈസ്, ഇതാണ് ഡാം. ഇപ്പോൾ വെള്ളം കുറവാണ്. വെള്ളം ഇല്ലയെന്ന് പറയാം. വെള്ളം നല്ല കുറവാണ്. തുറന്ന് വിട്ട ഇതുണ്ടോ, നല്ല കാറ്റുണ്ട്, നല്ല വ്യൂ ഉണ്ട്. വലിയ ആൾക്കാരും ഇല്ല. ഇവിടെ നിന്ന് അങ്ങ് പോകാൻ പറ്റില്ല കേട്ടോ. ഇതുവരെ ഉള്ളൂ. ഇപ്പോൾ അങ്ങറ്റം വരെ ഉണ്ട് ഡാമിൻ്റെ ഒരു. ഓക്കെ, അപ്പോൾ നമ്മളിനി ചായ കുടിക്കാൻ പോണു ഗൈസ്. ഷൂ ഒക്കെ ഫുള്ളും നനഞ്ഞ്. ഇതൊരു ചായ കടയാണ്, പക്ഷെ ഇതൊരു സാധാരണ ചായ കട ഒന്നുമല്ല. കണ്ടോ, മീനിനൊക്കെ തൂക്കി വെച്ചിരിക്കുന്നത്. മീൻ നമുക്ക് പൊരിച്ച് തരും. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. കയറിയിട്ടുണ്ടാടാ സീൻ. ഡാമിൻ്റെ മീനൊക്കെ ഇവിടെ പിടിച്ച് തൂക്കി വെച്ചിട്ടുണ്ട് ഗൈസ്, അല്ലേ? ബ്രാല്. ഓ പിന്നെ അറിയാന്നല്ലേ ഗൈസ്. ഓ കരിനൊന്ന് സീൻ. ഏത് മീന്? ആ അതെ. എടാ ഇത് വേറെ മീനാ, എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയാം. മതി. എന്തൊരു സാധനം, ടേസ്റ്റാണ്. കൂടിയ മീനാ. ഡാമിലെ മീനടാ. ഡാമിലെ മീൻ കഴിച്ചിട്ടുണ്ടോ നീ? കഴിച്ചിട്ടുണ്ടോ? ഡാമിലെ മീൻ കഴിച്ചിട്ടുണ്ടോ? അപ്പം എന്നാ വാങ്ങണ്ട ഇത്, ഇല്ലെങ്കിൽ വാങ്ങിച്ചരായിരുന്നു. ചാൻസ് മിസ്സാക്കിയില്ലേ ബ്രോ. ഈ കോസ്റ്റ്യൂമിന്റെ റേറ്റ് ഒന്ന് പറയാവോ? നിന്റെ ഞാൻ വെച്ച് എഡിറ്റ് ചെയ്യാം. നിന്റെ നല്ല സൂപ്പർ സാധനം. റെയിൻകോട്ട് വിത്ത് ടീഷർട്ട്, അത് ഇൻഷർട്ട് ചെയ്തിട്ട്. നിന്റെ ഫാഷൻ 10 out of 10. വാവ്, അത് കണ്ട് കോപ്പി അടിച്ച അടുത്ത ആളാണ് ഇത്. പ്ലാസ്റ്റിക്. ഇത് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇവിടെ ഇതെന്ത് എടുത്തോ? വേറാരും അങ്ങനെ ഇല്ല ഗൈസ്. എന്നാ കാണിച്ചിട്ടായിരുന്നു. എന്തിനെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് സെയിൻ മാലിക് പോസ് ചെയ്യാണ്. ചിതാണെന്ന് സെയിൻ മാലിക് പോസ്. അവള് പിന്നെ മറ്റേ എന്ത് പറയൂ ഗൈസ്, നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം പറയൂ. നിന്റെ കുരു ഞാൻ അയ്യോ, സോ ഫണ്ണി ഗൈസ്. ഫോട്ടോ കാണിച്ച, ആ ചിരിച്ച ഫോട്ടോ കാണിച്ചല്ലേ. നിനക്ക് ഇങ്ങനെ പോസ് ഒക്കെ ചെയ്യാൻ പറ്റണ? നീ എന്റെ ഫോട്ടോ ഫുള്ളും കണ്ടില്ലല്ലോ. നിന്റെ ഫോട്ടോ കണ്ടില്ലല്ലേ? മതി. ഓക്കെ ഗൈസ്, നമ്മളപ്പം വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ബിക്കോസ് 4 മണിക്ക് മുന്നേ എത്തണം, ടൈമില്ല ഗൈസ്. ഇവന്റെ അടുത്ത് ഞാൻ വീട്ടിൽ വെച്ച് റെയിൻ കോട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ എനിക്ക് തന്നില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് നീ ഇട്ട ഇത് കീറുന്നത്. ഇവിടെ ഒരു ഓട്ട, അതെങ്ങനെ ഇവിടെ വലിയ ഓട്ട കാണിക്കുന്നീ. വലിയ ഓട്ടം ഇവിടെ. അതെ, ഇവിടെ ഒരു ഓട്ട. റെയർ പീസ്. ആ കടയിൽ ആകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, റെയർ പീസ്. 250 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണെന്ന്. തിരിച്ചു വരുമ്പോ നിനക്ക് റെയിൻ കോട്ട് കാണൂല, വള്ളി മാത്രം. 250 രൂപയ്ക്ക് സ്പെഷ്യൽ അഡീഷൻ. അല്ലേ എന്തോ ഗൈസ്, നമ്മളിപ്പോൾ കാണാൻ പോണത് ഒരു വ്യൂ പോയിന്റ് ആണ്. ബിക്കോസ് ലെഫ്റ്റ് സൈഡ് നമ്മൾ
ലെഫ്റ്റ് സൈഡ്, അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഡാം, 2 ഡാമുണ്ട്. ഇങ്ങോട്ട് 2 വ്യൂ പോയിൻ്റ് ഉണ്ട്. റോഡ് ശരിയല്ല കേട്ടാ, ഓഫ് റോഡാണ്. ടയർ സ്ലിപ്പാവാൻ നല്ല സാധ്യതയുണ്ട് ഇതിൽ. സോ ബസ് പോയിട്ട് പോകാം. നമ്മൾ ഇപ്പം കാണാൻ പോണ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നെല്ലാടി വ്യൂ പോയിൻ്റ് ആണ്. ഈ ഒരു ക്ലൈമറ്റിനെ സംബന്ധിച്ച് ഏത് പാട്ട് കേൾക്കാനാണ് അങ്ങനെ ഇപ്പോൾ മൂഡ്? എനിക്കാ ആ പറ. തുള്ളി 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 മഴയായി വന്നാളെ. ഞാൻ പാടി തന്നാ മതിയാ? ആ മതി. തുള്ളി 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 മഴയായി വന്നാലേ, തുള്ളി മഴയായി വന്നാലേ, ചുട 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 മരങ്ങി പോനാളേ, Hello my dear friends. So നമ്മൾ ഇനി ഒരു 7 കിലോമീറ്റർ കൂടിയുണ്ട് നമ്മൾ വ്യൂ പോയിന്റിലോട്ട് എത്താൻ. ഇതിപ്പം നല്ലൊരു വ്യൂ ആണ്. നമ്മൾ പക്ഷേ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. 2 ഗ്ലാസ് ചായയും 2 പഴംപൊരിയിലാണ് നമ്മൾ ഇത്ര നേരം നിൽക്കുന്നത്. ഇനി ഫുഡ് കഴിക്കണം. വന്നിട്ട് എവിടെയെങ്കിലും കട കണ്ടുന്നത് എന്നിട്ട് കഴിക്കാം. അവിടെ 500 മീറ്റർ റൈറ്റ് ആയോ? എത്താറായോ? 360. അയ്യോ പാവോ, അങ്ങനെ ഹായ് 5 വീഡിയോ എടുത്തില്ല. എത്ര ടിക്കറ്റ്? എത്ര? 6 പേർക്കല്ലേ? മഴ പെയ്ത് കഴിഞ്ഞാലേ സൂപ്പറായിരിക്കും അല്ലേ? ഇപ്പൊ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇടും അല്ലേ തമ്പി? 300 രൂപ കയറാൻ പോരാക്ക് എത്ര? ഒരാൾക്ക് 50. 300 ഇല്ലേ? 300 ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വണ്ടിക്ക് പെട്രോൾ അങ്ങനെ അടിക്കുക. 2 കിലോ ചിക്കൻ വാങ്ങാവും. കേട്ടോ, നമ്മള് ചിക്കൻ കഴിച്ചിട്ട് വന്നേക്കണം. സോ ഗൈസ്, അവിടെയാണ് പോണ്ടത്. അവിടെ പോവുക, ഒന്നും കാണാനില്ല, പോവുക വരുക അല്ലേ? മഴ പെയ്താ ഈ ഹുഡി നനയും, ഞാനും നനയും. ഈ ഇവന്റെ കഴപ്പ് മാറും. അപ്പം നമ്മളെ എല്ലാവരെയും കഴുപ്പ് മാറും. ബിക്കോസ് ഇവനാണ് രാവിലെ അലാറം വെച്ച് എണിച്ച് നമ്മളെല്ലാവരും എണിപ്പിച്ചത്, ഇതുവരെ എത്തിച്ചത് അല്ലേ? അല്ലേ അല്ലേ അല്ലേടാ പറടാ, എനിക്ക് നഷ്ടമാടാ. ബാബാ തളർന്നു, സ്റ്റാമിന ഇല്ലണ്ടാ. അവിടെ ചെന്ന് ഒതുങ്ങിക്കാൻ പെട്ട് കഴിച്ച് മഴ പെയ്തു, മഴ തിരിച്ച് മഴ പെയ്തു കഴിച്ച് ഓട് ഓടാ. സ്റ്റാമിന ഒട്ടുമില്ല. പണ്ടൊക്കെ പാറ ഒറ്റയടിക്ക് ചാടി ചാടി കയറുമായിരുന്നു ഈ ചുറ്റി പാറയൊക്കെ. ഇപ്പം ചെറുതായിട്ട് ഓടിയപ്പോൾ തന്നെ കിതക്കാണ്. അയ്യോ
നമുക്ക് വയസ്സായി തോന്നുന്നു അല്ലേ? അയ്യോ എനിക്കല്ല, നിങ്ങൾക്ക് വയസ്സായി. ഞാൻ എന്തിന് ചിരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടണം ഗൈസ്. ഈ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് 1200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് ഞാൻ തന്നത് ഗൈസ്. ഈ വ്യൂ കാണാനാണ് വന്നത്. മഞ്ഞക്ക ഇങ്ങനെ പോകാം ഗൈസ്. ഗൈസ് കോടമഞ്ഞങ്ങ് കയറി പടർന്ന് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഫുൾ വൈറ്റ് ആവും, ഫുൾ മഞ്ഞും മൂടി നിൽക്കും. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? തമ്പി തളർന്ന് ഏജായി സംസാരിക്കാൻ വയ്യ, അതേ ഓർത്തൻ അങ്ങനെ നിൽക്കുകയാണ്. ആ ഇതാരാ? ഓ പള്ളിയിലച്ഛൻ വന്നു. പറഞ്ഞ അവൻ തോന്നുന്നു അതിൻ്റെ ആയിരിക്കും വരുന്ന അവൻ മയിലെ ഫോൺ എടുത്തപ്പോ നനന്ന എന്റെ കടി കണ്ട വിഷ്ണു. നമ്മളൊക്കെ നിൽക്കണത് ഇങ്ങനെയാണ്. എനിക്കൊന്നും കാണാൻ പറ്റണില്ല. അണ്ണന്റെ തേളവി ഒത്തന്റെ ഓൾറെഡി തേളവി കിടക്കുകയാണ്. ഇതോ മോള് വിളിക്കാണ് പറഞ്ഞത്. ഓ നമ്മളിപ്പം തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി. അതിന് നമ്മൾ ഒരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട്, പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ പോവുക. സോ ഇനി പോണ വഴിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങി പോവാം. ചെക്ക് പോയിന്റ് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കട കയറിയിരിക്കുകയാണ്. നമ്മൾ പൊറോട്ടയും ഒരു പ്ലേറ്റ് ബീഫും ബാക്കി ചിക്കൻ ജിയോ. അപ്പം അതാണ് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത് കുറച്ച് നേരമായി. ഫുഡ് കഴിച്ച് ഇറങ്ങി. ഇനി ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇനി ഇവിടുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങും. ഓ ഗണ്ണ് ആർക്കടാ? കൊച്ചു പിള്ളയാ വെടിവെച്ച് കളിക്കാത്. അതിന് വല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് വല്ല വാങ്ങും ഒറിജിനലായിട്ട് തോന്നുന്നത്. ഇവിടെ നിന്ന് ജ്യൂസൊക്കെ വാങ്ങിച്ചു, ഇതൊക്കെ വാങ്ങിച്ചു, ഇതൊക്കെ വാങ്ങിച്ചു, എല്ലാം വാങ്ങിച്ച് കുടിച്ച് കൈ നമുക്ക് പോവാം. നമുക്ക് മണ്ടി ചിലയൊക്കെ ആയി പടമായിരിക്കുകയാണ്. വണ്ടി അങ്ങനെ കിടത്തി കുറച്ച് കണ്ടോ. കഴിച്ച് ഇവിടെ നമ്മളിപ്പോൾ നിർത്തിയിട്ട് മറ്റേ സാധനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർന്നില്ല എന്നാ? ഇത് തീർന്നില്ല. ഒരു കാറ് പോകണം. ഇതൊന്നും വ്ളോഗ് ഇടല്ലേ? ഏയ് ഇത് വ്ളോഗിലല്ലോ, ഇത് നിന്ന് ഊക്കാൻ വേണ്ടി. പോടാ അണ്ണാ. ചായ മാത്രം മതിയാ? വട്ടവട നിർത്താനേ സമ്മതിക്കില്ല. എന്റെ കണ്ണുകൾ ഏതോ ലോകത്ത് നിൽക്കുന്നത്. ആനനെ കാണാൻ എല്ലാവരും ഓടി വരികയാണ്. കണ്ടായോ, എല്ലാവരും ഓടി വരികയാണ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്ന് നോക്കണ്, കാറിന്റെ മണ്ടി നിന്ന് നോക്കണ്, കയറി നോക്കണ്. അവിടെ അങ്ങനെ ആന കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും വണ്ടി നിർത്തി. ആനയെ കാണണം. ഈ ആന ഇപ്പോൾ ഓട്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓടും. അതാണ്. അണ്ണാ പോയി സെൽഫി എടുത്തിട്ട് വാ. ഇതാണ് നമ്മുടെ ടീം. സോ ഗൈസ് നമ്മളിപ്പം ആതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വ്യൂ പോയിന്റ് നിൽക്കുകയാണ്. പക്ഷെ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങോട്ട് പോയി പോടാ. അതാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ഒരു വ്യൂ പോയിന്റ് സ്ഥലം. ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഹായ് ഗൈസ്. ബ്ലോഗറിന് പൈസ ഇല്ല അതിരപ്പള്ളിയിൽ ടിക്കറ്റ് എടുക്കാൻ.
ഇപ്പൊ ടിക്കറ്റ് എടുത്താ ഇപ്പൊ എൻട്രി ഇല്ലടാ 5 മണിയല്ല ലാസ്റ്റ് എൻട്രി. അങ്ങനെ പറയാം. ശരിയൊക്കെ ബൈ ഗൈസ്. ബൈ പറ ബൈ. പറടാ ബൈ. ബൈ തമ്പി ബൈ ബൈ. അത് മതി.